ഹലോ. രാവിലെ തന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചിട്ട് മഞ്ഞൾ പറിക്കാൻ പോവാമെന്ന് പറഞ്ഞ് വന്നതാണിത്. ഇതമ്മ എത്രയോ 2 കൊല്ലമായിട്ടുണ്ടാവും ഇത് നട്ടിട്ട്. ആദ്യ കൊല്ലം നട്ടിട്ട് പറിക്കേണ്ട സമയമായപ്പോൾ അമ്മ പറിച്ചില്ല. കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറിച്ചില്ല. പക്ഷെ എന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടുണ്ട് എന്തായാലും ഇത് നട്ടിട്ട്. ഇപ്പോഴാണ് കേട്ടോ പറിക്കണത്. അത് കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ ഉള്ളിൽ മഞ്ഞളിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ശരിക്കും സ്പോഞ്ച് പോലെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച്. പക്ഷേ അമ്മ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ ഇത് കിട്ടിയെന്ന് പറഞ്ഞു. അതായത് കുറേയൊക്കെ പോയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് പറിച്ച് നോക്കിയപ്പോൾ കുറേ നല്ലത് കിട്ടി. 2 സൈഡിലുണ്ട്. കിച്ചണിൻ്റെ ഈ എന്താണ് അടുക്കളത്തോട്ടം എന്ന് പറയില്ലേ, അതേപോലെ 2 സൈഡിലും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു. 2 സൈഡിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് കിട്ടി. ഇത് എങ്ങനെയാണ് ഇത് മഞ്ഞൾപ്പൊടി ഇതാക്കേണ്ടതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞങ്ങളിത് യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്തത്. അതിലെല്ലാത്തിലും ഈ പുഴുങ്ങി ഉണക്കുന്നതാണ് കണ്ടത്. പക്ഷെ നമ്മളെന്ത് ചെയ്തു, പുഴുങ്ങി ഉണക്കിയൊന്നുമില്ല. ചെറുതായിട്ട് ആദ്യം നന്നായിട്ട് കഴുകി, നന്നായിട്ട് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഉണക്കി ഒരാഴ്ചത്തോളം ഉണങ്ങാനെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടും ഒരാഴ്ചത്തോളം ഉണങ്ങാനെടുത്തിരുന്നു അത്. അമ്മ തലയിൽ മുണ്ട് കെട്ടിയിട്ടുള്ളത് അവിടെ നല്ല രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞ് ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ജലദോഷം വരും, അതുകൊണ്ട് തലയിൽ മുണ്ട് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ കേട്ടോ, ഇതേപോലെ എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അമ്മ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിളയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തെങ്ങിൻ്റെ സൈഡിലാണ് കേട്ടോ. തെങ്ങിൻ്റെ ഓല കീറിയിട്ടുള്ളതാണ് അവിടെ ഇട്ടിട്ടുള്ളത്. തെങ്ങിൻ്റെ സൈഡിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇത്രയൊന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ. ഇത് 2ാമത്തെ സൈഡിൽ നിന്ന് എടുത്തതാണ്. ഇത് കഴുകാനായിട്ട് എടുത്തത് കേട്ടോ. ഇതേപോലെ ഈ ഉരുളിയിലിട്ടിട്ട് 2-3 തവണ നന്നായിട്ട് ഉരച്ച് കഴുകി. ആ മണ്ണിൻ്റെ ഇത് ശരിക്കും പോകുന്നത് വരെ നന്നായിട്ട് ഉരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇതാക്കിയിട്ട് കഴുകിയെടുത്തിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് റെക്കോർഡായിട്ടില്ല. പിന്നെ ഇത് പൊടിച്ച് എടുക്കുന്നത്, കാരണം ഉണക്കിയതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതിലിപ്പോൾ കാണുന്നില്ല. എങ്ങനെയുണ്ട്?